നാടിന്റെ നോവായി കോന്നി അപകടം. മരണം കവർന്നത് നവദമ്പതികളടക്കം 4 പേരെ. അനുവും നിഖിലും വിവാഹിതരായിട്ട് 15 ദിവസം. ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകട കാരണമെന്ന് നിഗമനം. വിറങ്ങലിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും. കുരുതിക്കളമായി നിരത്തുകൾ. റോഡുകളിൽ ഒളിച്ചിരിക്കുന്നത് മരണക്കിണികൾ. പല നിർമ്മാണങ്ങളും അശാസ്ത്രീയം. തുറന്നുകാട്ടി ന്യൂസ് 18 ക്യാമ്പയിൻ. അടിയന്തര യോഗം വിളിച്ച് ഗതാഗത മന്ത്രി. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർത്തിയതായി കണ്ടെത്തൽ. ഡിഒയുടെ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അവഗണിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നടപടിയുണ്ടായില്ല. റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്തിയില്ലെങ്കിൽ സമരമെന്ന് KSU. മെക്സവൺ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPIM. വ്യായാമത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം പിൻവലിച്ച് P. മോഹനൻ. അപൂർവം ചിലയിടങ്ങളിൽ അത്തരക്കാർ നുഴഞ്ഞു കയറുന്നുവെന്നാണ് പറഞ്ഞതെന്ന് വിശദീകരണം. ജാഗ്രതാ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും മോഹനൻ. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ വികസിപ്പിച്ചു. 37 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. നാഗ്പൂരിൽ റോഡ് ഷോ നടത്തി ദേവേന്ദ്ര ഫട്നാവിസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ നാളെ അവതരിപ്പിക്കില്ല. നാളത്തെ ബിസിനസ് അജണ്ടയിൽ നിന്ന് ഒഴിവാക്കി. ഗാബ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. ട്രാവിസ് ഹെഡിനും സ്റ്റീവ് സ്മിത്തിനും സെഞ്ചുറി. ബുംറയ്ക്ക് 5 വിക്കറ്റ്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. ഗോവയെ വീഴ്ത്തി. സങ്കട ഞായറായി ഇന്നും അപകടം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിൽ വാഹനാപകടത്തിൽ നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികൾ ആണ് മരിച്ചത്. പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് 4 ജീവനുകൾ കൂടി നിരത്തിൽ പൊലിഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന കോന്നി മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കാർ യാത്രക്കാരായ മത്തായി ഈപ്പൻ, ബിജു P. ജോർജ്, ദമ്പതികളായ അനു, നിഖിൽ എന്നിവരാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. മലേഷ്യയിൽ മധുവിധുവിന് പോയ ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടം. നമ്മൾ 4 മണിയാകുമ്പോൾ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഇടി കഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം. പിന്നെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോഴത്തേനും അയ്യപ്പന്മാരെ ഒരാൾക്ക് കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഇതായിരുന്നു. പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി, ഡോറ് വലിച്ചിളക്കി. അപ്പോഴത്തേന് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാണ്, ഗവൺമെന്റിലോട്ടാന്നാ പറഞ്ഞു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. 4 പേരും മരണപ്പെട്ടില്ലേ? സ്പോട്ടിൽ 3 പേര് മരിച്ചു. നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല. ഞാനും പപ്പയും മാത്രം ഉള്ളായിരുന്നു. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷെ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്റർ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. തുടർച്ചയായി അപകടമുണ്ടാകുന്ന മേഖലയാണ് മുറിഞ്ഞകല്ല് ജംഗ്ഷൻ.
ഈ മാസം മാത്രം പ്രദേശത്ത് 4 അപകടങ്ങളുണ്ടായി. റോഡിന്റെ അപാകതയും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ നടപടി കൈക്കൊള്ളുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണം എന്നാണ് പോലീസും MLAയും സമീപവാസികളുമെല്ലാം പറയുന്നത്. അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന പുനലൂർ മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേയിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സംഭവസ്ഥലത്ത് നിന്ന് VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സാണ്. ഇത് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ്. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഈ ബസ് പൂർണ്ണമായും വലതുവശത്തായിരുന്നു. അത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ്. ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് മുന്നിലേക്ക് പോവുകയായിരുന്ന കാർ, നമുക്കിപ്പോൾ ഈ റോഡ് കാണാം. ഈ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് കാർ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഈ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം സംഭവിച്ചു എന്നാണ്. അതായത് ഇടതുവശത്തു കൂടി സഞ്ചരിച്ചിരുന്ന, ഇപ്പോൾ ഈ പോകുന്ന കാർ പോകുന്ന മാതിരി തന്നെ സഞ്ചരിച്ചിരുന്ന വാഹനം വലതുവശത്തേക്ക് മാറുന്നു. അത് ഈ പുലർച്ചെ വണ്ടി ഓടിച്ചിരുന്ന ആൾ, കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ച കാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ വളവാണ്, നമുക്ക് കാണാം. ഈ ബസ് നിൽക്കുന്നതിനും കുറച്ച് മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കാർ കടന്നു പോകുന്നു, ആ ഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അവിടെ ഒരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഡിവൈഡറുകൾ ഇല്ല എന്നത് ഒരു വലിയ പ്രശ്നമായി പറയുന്നുണ്ട്. ശക്തമായ ഡിവൈഡറുകൾ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. രാത്രി സമയങ്ങളിൽ നടക്കുന്ന ഓവർടേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രകാശമില്ലാത്ത പ്രശ്നങ്ങൾ, പല സ്ഥലത്തും പ്രോപ്പറായ ലൈറ്റില്ല, കൃത്യമായ വെളിച്ചമില്ല, ഇത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ റോഡിന്റെ നിർമ്മിതിയിലെ അശാസ്ത്രീയത, താഴ്ന്നും ഉയർന്നും ഉള്ള ചില നിർമ്മിതികളുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ MC റോഡിൻ്റെയും ഒക്കെ ഭാഗമായി വരുമ്പോൾ അപകടം പതിയിരിക്കുന്ന 12 സ്ഥലങ്ങളാണ് പൊതുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 സ്പോട്ടുകളാണ്. നേരത്തെ ഈ അപകടം നടക്കുന്ന മേഖലകൾ എന്ന നിലയ്ക്കാണ് ഈ സ്പോട്ടുകൾ തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു റീച്ചായാണ് പരിഗണിക്കുന്നത്. അതായത് 10 കിലോമീറ്റർ വരെയൊക്കെയുള്ള റീച്ചുകൾ, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന റീച്ചുകളായി തരംതിരിച്ചാണ് ഈ അപകട മേഖല കണക്കാക്കുന്നത്. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിലെ നിരത്തുകൾ മുമ്പൊന്നും ഇല്ലാത്ത വിധം ജീവൻ കവർന്നെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപകടങ്ങളുടെ എണ്ണം ദിവസം തോറും വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ അപകടക്കെണി ഒരുക്കുന്നത്? ഇതെങ്ങനെ പരിഹരിക്കാം? ഈ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് ന്യൂസ് 18. സംസ്ഥാനത്ത് എമ്പാടുമുള്ള അപകട മേഖലകളിലൂടെയായിരുന്നു ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ യാത്ര. ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ. ആ ഞെട്ടൽ മാറും മുമ്പ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലക്ക് കെട്ടുവന്ന ലോറി കവർന്നെടുത്തത് 4 സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവൻ. ആ കുരുന്നുകളുടെ, കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിലവിളി നമ്മുടെ കാതുകളിൽ നിന്ന് അകലും മുമ്പ് ഇന്ന് രാവിലെ കോന്നി കൂടലിൽ നവദമ്പതിമാരടക്കം 4 പേർ. കേരളം അപകടങ്ങളുടെ സ്വന്തം നാടാവുകയാണോ? മികച്ച റോഡുകൾ വന്നപ്പോൾ അപകടങ്ങളുടെ തോത് കൂടിയോ? അതോ അശ്രദ്ധയും അമിതവേഗവുമാണോ വില്ലനാകുന്നത്? നമ്മുടെ യാത്രകൾ ശുഭയാത്രകളാകാൻ എന്താണ് വേണ്ടത്? നാല് സ്കൂൾ കുട്ടികളുടെ ജീവനെടുത്ത പനയമ്പാടത്തെ റോഡിന്റെ പ്രശ്നമെന്തെന്ന് ആ റോഡിലൂടെ തന്നെ സഞ്ചരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയപാത 66-ലെ പതിവ് അപകട മേഖലയായ കൊച്ചി ചക്കരപ്പറമ്പിൽ അമിതവേഗവും അശ്രദ്ധയും വലിയൊരു പരിധിവരെ അപകട കാരണമാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. കോഴിക്കോട് മുക്കത്ത് മാടാമ്പുറം വളവ് അപകടക്കെണിയായത് റോഡ് പുതുക്കി നിർമ്മിച്ച ശേഷമാണ്. ഞങ്ങളുടെ വാർത്താസംഘം എത്തിയ ദിവസവും അപകടമുണ്ടായ സ്ഥലമാണ് കൊട്ടാരക്കരയിൽ MC ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള ഭാഗം.
നിരവധി പേർ റോഡിൽ ചതഞ്ഞരഞ്ഞു മരിച്ചിട്ടും ഒരു തിരുത്തലും ഉണ്ടാകാത്ത റോഡാണ് തിരുവനന്തപുരം ചാക്ക മുതൽ തിരുവല്ലം വരെയുള്ള ദേശീയപാത ബൈപ്പാസ്. ഇപ്പോഴും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കുറവില്ല. കൊച്ചിയിലെ അപകടങ്ങൾക്കൊട്ടും കുറവില്ലാത്ത സീപോർട്ട് എയർപോർട്ട് റോഡിന് ശാപമായിരിക്കുന്നത് അമിത വേഗവും അശാസ്ത്രീയമായ റോഡ് ഘടനയും തന്നെയാണ്. പരിഹാര നിർദ്ദേശങ്ങൾ ഏറെയുണ്ടായിട്ടും സ്ഥിതി പഴയത് തന്നെ. ഈ റോഡിലെ പൂജാരി വളവിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കൊടും വളവും കുത്തനെയുള്ള ഇറക്കവും തന്നെയാണ് വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവിലെ അപകട വഴിക്ക് കാരണം. എറണാകുളത്തെ വരാപ്പുഴ പാലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടും അപകടങ്ങൾക്ക് കുറവില്ല. കാരണങ്ങളിൽ പ്രധാനം സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അശ്രദ്ധയും തന്നെ. കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലത്തിൽ വില്ലനാകുന്നത് നിർമ്മാണത്തിലെ അപാകതകളും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ്. ഇതൊന്നും അധികാരികൾ മുഖവിലക്കെടുക്കുന്നില്ല എന്ന വലിയ പരാതിയുണ്ട് ഇവിടുത്തുകാർക്ക്. അമിത വേഗതയും റോഡ് നിർമ്മാണത്തിലെ പിഴവുകളുമാണ് വാമനപുരം പുളിമാത്ത് റോഡ് മരണപാതയാകാൻ വഴിവെക്കുന്നത്. എറണാകുളം കുണ്ടന്നൂരിൽ റോഡ് നിർമ്മാണത്തിൽ ശ്രദ്ധ വയ്ക്കാതിരുന്നതാണ് അപകടങ്ങൾ കൂട്ടുന്നത്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിലെ അപകടക്കെണിയായ മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ പരിഹാരം ആകാശപാത നിർമ്മിക്കലാണ്. കുട്ടികളടക്കം നിരവധി പേരാണിവിടെ അപകടത്തിൽപ്പെടുന്നത്. പാറശാല പരശുവയ്ക്കൽ മുതൽ കളിയിക്കാവിള വരെയുള്ള 5 കിലോമീറ്റർ ദൂരം അപകടങ്ങളാണ് നിത്യവും. തലസ്ഥാന ജില്ലയിൽ തന്നെയുള്ള വട്ടപ്പാറ വെമ്പായം റോഡിൽ വീതി കുറവാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. കാൽനടയാത്ര പോലും മരണക്കളിയാണ് ഈ റോഡിൽ. ഓരോ യാത്രയും ശുഭപര്യവസായിയാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ അപകടക്കെണികളില്ലാത്ത നിരത്തുകൾ വേണം. അതിനായുള്ള നടപടികളെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവർ സത്വര ശ്രദ്ധ വയ്ക്കണമെന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് പതിവാകുന്നതിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് ഗതാഗത മന്ത്രി. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്കാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം നടക്കുക. MVD, പോലീസ്, NHII, KSEB, PWD, റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ആണ് വിളിച്ചിട്ടുള്ളത്. റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം, AI ക്യാമറകൾ സ്ഥാപിച്ച ശേഷമുള്ള സാഹചര്യങ്ങൾ, രാത്രി യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കും. മരണക്കെണികൾ ആകുന്ന നിരത്തുകളെ സംബന്ധിച്ച ന്യൂസ് 18 ലൈവത്തോണിന് പിന്നാലെ ആണ് ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ. എറണാകുളം കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചെമ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ജനപ്രതിനിധികളും നാട്ടുകാരും മാർച്ച് നടത്തിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ആൻമേരിയും സുഹൃത്ത് അൽത്താഫും സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് ആന പനമരം മറച്ചിട്ട് അപകടം ഉണ്ടായത്. അൽത്താഫ് പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആൻമേരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ദേശീയപാതയിൽ വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും പേരക്കുട്ടി അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾക്ക് എതിരെ ഇൻഷുറൻസ് തട്ടിപ്പിന് കേസെടുത്തു. വ്യാജരേഖ ചമച്ച ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. അപകടത്തിൽ വാഹനത്തിന് ഉണ്ടായ കേടുപാടുകൾ മാറ്റാൻ വാഹന ഉടമയായ പ്രതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകിയ വിവരമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പ്രതി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മെക്സവനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നതിന് എതിരായ ജാഗ്രതാ നിർദ്ദേശം മാത്രമായിരുന്നു എന്നാണ് വിശദീകരണം. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് മെക്സവൻ. ഇത്തരം ഇടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് P. മോഹനൻ പറഞ്ഞു. ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിന്റെ മറയായിട്ട് ചിലയിടത്ത് ഉപയോഗിക്കുന്ന പൊതുവെ സമൂഹത്തിലുണ്ട്. നേതൃത്വം നിഷേധിച്ചുവെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം അൻവർ അനുയായികൾക്കും UDFിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചർച്ച പുറമേക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിലും അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം അടഞ്ഞ അധ്യായം അല്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. PV അൻവർ ഡൽഹിയിലെ വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത നിഷേധിച്ച KC വേണുഗോപാൽ രംഗത്തെത്തി.
കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് PV അൻവറിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയെന്നായിരുന്നു ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. ഈ നീക്കങ്ങളുടെ ഭാഗമായി രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ PV അൻവർ ഡൽഹിയിലെത്തി KC വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നും വിശ്വസനീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത പുറത്തുവന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം PV അൻവർ രംഗത്തെത്തി. പിന്നാലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് KC വേണുഗോപാലും കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. ഞാൻ ചർച്ച നടത്തി, എന്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒരു മാധ്യമം എങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതിന്റെ ആ മെറിറ്റിലേക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം വന്നാലല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടു. ഡൽഹിയിലെ കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് PV അൻവറും KC വേണുഗോപാലും ചർച്ചകൾക്ക് മുൻകൈയെടുത്ത രമേശ് ചെന്നിത്തലയും ആവർത്തിക്കുമ്പോഴും കോൺഗ്രസ് ക്യാമ്പിൽ അഭ്യൂഹങ്ങൾ സജീവമാണ്. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത് എന്തിനെന്നതാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ കുഴപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സർക്കാർ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കില്ല. നാളത്തെ ബിസിനസ് അജണ്ടയായി ബിൽ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒഴിവാക്കി. ബില്ലിന്റെ പകർപ്പുകൾ MP-മാർക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. ലോക്സഭയിൽ നാളത്തെ ബിസിനസ് അജണ്ടയിൽ വരേണ്ട ബില്ലുകളുടെ പട്ടിക പുതുക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഒഴിവാക്കിയാണ് പട്ടിക പുതുക്കിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 20-നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നും വ്യക്തമാണ്. സാമ്പത്തിക ഗ്രാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിൽ പൂർത്തിയാക്കിയ ശേഷമാകും ബില്ലുകൾ അവതരിപ്പിക്കുക എന്നാണ് വിവരം. ഡിസംബർ 12-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. 2 കരട് നിയമങ്ങൾക്കാണ് ക്യാബിനറ്റിന്റെ അംഗീകാരം. അതിൽ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ ബില്ലിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാസ്സാകാൻ 3/2 ഭൂരിപക്ഷം വേണം. രണ്ടാമത്തെ ബില്ലിന് സഭയിൽ കേവല ഭൂരിപക്ഷം മതി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ BJP നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 3 ആഴ്ചത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 37 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ റോഡ് ഷോ നാഗ്പൂരിൽ നടന്നിരുന്നു. 2025-ലെ ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള 38 സ്ഥാനാർത്ഥികളുടെ 4ാമത്തെ പട്ടിക ആം ആദ്മി പാർട്ടി പുറത്തിറക്കി. ഡൽഹി മുൻ മേയർ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിന് എതിരെ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്ന് മത്സരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അതിഷി കൽഖാജിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഡൽഹിയിൽ ഈ ശൈത്യകാലത്ത് 3ാം തവണയും താപനില 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയെത്തി. ഉത്തരേന്ത്യയിൽ കനത്ത ശൈത്യം തുടരുകയാണ്. ജമ്മുവിൽ സ്കൂളുകൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചു. ചൊവ്വാഴ്ച വരെ ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ. രാജ്യതലസ്ഥാനത്ത് ഇന്ന് മർക്കുറി നില വീണ്ടും 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വീണു. ഡൽഹിയിലെ സഫ്ദർജംഗിൽ കുറഞ്ഞ താപനില 4.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ വർഷങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില 8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നവംബർ 11-നാണ് ഈ സീസണിൽ ആദ്യമായി മെർക്കുറി നില 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയായത്. 1987-ലാണ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 6-ന് ഏറ്റവും കുറഞ്ഞ താപനില 4.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. ഇത് 3 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ്. എന്നാൽ താപനില പിന്നീട് ഉയർന്നു 9 ഡിഗ്രി സെൽഷ്യസിലെത്തി. തണുപ്പിൽ നിന്ന് ഡൽഹിക്ക് അപ്പോഴൊരൽപ്പം ആശ്വാസം ലഭിച്ചെങ്കിലും ആ സാഹചര്യം മാറുകയാണ്. കാറ്റിലെ വ്യതിയാനമാണ് താപനിലയിലെ വ്യത്യാസത്തിന് പ്രാഥമികമായ കാരണം എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദശകത്തിൽ സഫ്ദർജംഗിൽ വളരെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത്. 2019 ഡിസംബർ 28-ന് അത് 2.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഡിസംബറിലെ എക്കാലത്തെയും താഴ്ന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസാണ്. 1930 ഡിസംബർ 27-നാണ് ഇത് രേഖപ്പെടുത്തിയത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഡിസംബർ 9-ന് സീസണിലെ ആദ്യ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇത്രയും നേരത്തെ മഞ്ഞു പെയ്യുന്നതും ഇത് ആദ്യമായാണ്. ജമ്മു കശ്മീരിൽ താഴ്വരയിലെയും വിന്റർ സോൺ പ്രദേശങ്ങളിലെയും സ്കൂളുകൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചു.
അവധി 2025 ഫെബ്രുവരി 28 വരെ തുടരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. ചോദ്യപേപ്പർ ചോർച്ച ആവർത്തിക്കാൻ കാരണം മുൻ റിപ്പോർട്ടുകൾ അവഗണിച്ചതുകൊണ്ട് ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെ തുടർന്ന് MS സൊല്യൂഷനെതിരെ DEO നൽകിയ പരാതി വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി എടുത്തില്ല. സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. വെള്ളക്കരത്തിന് സമാനമാണ് കേന്ദ്ര നടപടിയെന്ന് കെ സുരേന്ദ്രന്റെ പ്രസ്താവന നീതീകരിക്കാനാകാത്തതാണ് എന്നും കെ രാജൻ പറഞ്ഞു. രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്രത്തിൻ്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അപഹസിക്കുക കൂടി ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ല എന്നും ബാലഗോപാൽ പറഞ്ഞു. മുനമ്പം വിഷയത്തെ വർഗീയവൽക്കരിക്കരുത് എന്ന് ലത്തീൻ സഭാ ബിഷപ്പ് ഫാദർ വർഗീസ് ചക്കാലക്കൽ. വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും റവന്യൂ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ മുനമ്പത്തെ കുടുംബങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം മാനുഷിക പ്രശ്നമെന്നും ഫാദർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. മുനമ്പത്തെ ഒരാളെയും കുടിയിറക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശം വാങ്ങി നൽകുന്നതുവരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ സോളാർ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി M. വിൻസെന്റ് MLA. സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് ബെഞ്ച് മാർക്ക് വിലയേക്കാൾ അധിക തുകയ്ക്കാണ് എന്നും 69 കോടിക്ക് പൂർത്തിയാക്കാവുന്ന പദ്ധതി 101 കോടിക്കാണ് നൽകിയത് എന്നും വിൻസെന്റ് ആരോപിച്ചു. ടെൻഡർ നടപടികൾ ദുരൂഹമാണ് എന്നും MLA പറഞ്ഞു. അനർട്ടുമായി ബന്ധപ്പെട്ട M. വിൻസെന്റ് MLA ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വിഷയം ഉന്നയിക്കും എന്നും അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗോപാലകൃഷ്ണൻ IASന്റെ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പിന് പിന്നിൽ A. ജയതിലക് ആണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എന്ന് N. പ്രസാദ്. കേഡറിൽ ഏറ്റവും കൂടുതൽ അടുപ്പം ഉള്ളത് ഇരുവർക്കുമാണ്. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ ഒളിപ്പിക്കേണ്ട ഗുരുതരമായ വിവരങ്ങളോ ചാറ്റുകളോ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകാം എന്നുമാണ് ആശങ്കയെന്ന്. അത് ആരുമായിട്ടാണ് എന്നതാണ് അന്വേഷിക്കേണ്ടിയിരുന്നത് എന്നും പ്രശാന്ത് Q18-ൽ ആരോപിച്ചു. പക്ഷേ ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മറ്റൊരു ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് എന്താണ് ഗോപാല ഈ ഗ്രൂപ്പ് എന്ന്. അപ്പോൾ ഗോപാല അതിനകത്ത് പറയുന്നത് എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടാക്കി എന്നും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇത് പക്ഷേ ആധികാരികമായിട്ട് കേട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ആരോ പറഞ്ഞിട്ടാണ് പുള്ളി ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ സ്പെക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ അത് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാൾ ഗോപാലകൃഷ്ണന് സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ ആര് പറഞ്ഞാലാണ് അനുസരിക്കേണ്ടത്, ഒരാൾ പറഞ്ഞാലല്ലേ അത് ചെയ്യുള്ളൂ. അത് ഡോക്ടർ ജയതിലക് ആകാം വേണമെങ്കിൽ. അങ്ങനെ ഒരു അത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതൊക്കെ ആലോചിക്കും. തലസ്ഥാനത്തെ ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തലസ്ഥാനത്തെ ഡാൻസ് ബാറിൽ ആണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷമുണ്ടായത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. തിരുവനന്തപുരം നഗരത്തിലെ ഡാൻസ് ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രി DJ പാർട്ടി നടക്കുന്നതിനിടയിലാണ് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. എയർപോർട്ട് സാജന്റെ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന് മർദ്ദനമേറ്റതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇത് നിഷേധിച്ച് ഓം പ്രകാശ് തന്നെ പിന്നീട് രംഗത്തെത്തി.
എയർപോർട്ട് സാഹചര്യമായി ഒരു മുൻവൈരാഗ്യവുമില്ലെന്നും ഓംപ്രകാശ് പറഞ്ഞു. ഇല്ല, ഞാനുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പുള്ളിക്കാരൻ അവിടെ വന്നു, പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആരെയൊക്കെ ടച്ച് ചെയ്യുന്നതായിട്ട് സ്വാഭാവികമായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഇത്രയും ക്രൗഡിനകത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ടച്ച് ചെയ്യുമല്ലോ. എയർപോർട്ട് സാഹചര്യം അവിടെ വന്നു അല്ലേ? അതെ, എയർപോർട്ട് സാഹചര്യം വന്നു. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഈ ക്ലബിലൊന്നും വരുന്ന ഒരാളല്ല ആക്ച്വലി. പക്ഷെ യാദൃശ്യമാണ് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മകൻ അവിടെ DJ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതായിരിക്കണം, പുള്ളിയെ കാണാൻ വന്നതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അപ്പൊ ഞാനൊരു ഇൻകൺവീനിയൻസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. അതേസമയം ഇരു സംഘങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ബാംഗ്ലൂരുവിലെ IT ഉദ്യോഗസ്ഥൻ അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിൽ ഭാര്യയും ബന്ധുക്കളും അറസ്റ്റിൽ. നികിത സിംഗാനിയയാണ് ഭാര്യ. മാതാവ് നിഷ സിംഗാനിയ, സഹോദരൻ അനുരാഗ് സിംഗാനിയ എന്നിവർക്ക് ഒപ്പം ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കി ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ബംഗളൂരുവിലെ IT ഉദ്യോഗസ്ഥനായ അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. അതുലുമായി അകന്നു കഴിയുകയായിരുന്ന നികിതയെ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും നിഷയെയും അനുരാഗിനെയും UPയിലെ പ്രയാഗ്രാജിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണയാണ് നികിതയ്ക്കും മറ്റ് 2 പേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. 3 പേരെയും ബംഗളൂരുവിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവെന്നും വൈറ്റ്ഫീൽഡ് ഡിവിഷൻ DCP ശിവകുമാർ പറഞ്ഞു. അതുലിന്റെ ആത്മഹത്യ നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പങ്കുവച്ചും 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു ശേഷമായിരുന്നു അതുൽ ആത്മഹത്യ ചെയ്തത്. ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന് അതുൽ വിവരിച്ചിരുന്നു. വിവാഹമോചനത്തിന് 3 കോടി രൂപ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നതായും അതുൽ പറയുന്നുണ്ട്. അതുലിന്റെ ആത്മഹത്യ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായതിനെ തുടർന്ന് സുപ്രീം കോടതിയും ഇടപെട്ടിരുന്നു. വിവാഹമോചന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി പരാമർശിച്ചിരുന്നു. അതേസമയം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നികിത അതുലിനെതിരെ കേസ് കൊടുത്തിരുന്നു. അതുലിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നികിതയും കുടുംബവും ഒളിവിൽ പോയിരുന്നു. അറസ്റ്റിന് മുന്നോടിയായി നികിതയുടെ ഉത്തർപ്രദേശിലെ ജാൻപൂരിലെ വീടിന് മുന്നിൽ പോലീസ് നോട്ടീസ് പതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ. ട്രാവിസ് ഹെഡിനും സ്റ്റീവ് സ്മിത്തിനും സെഞ്ചുറി ലഭിച്ചു. ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്ത ഹെഡ് 115 പന്തുകളിൽ ആണ് സെഞ്ചുറി തികച്ചത്. ബുംറയുടെ ഓവറിൽ ഔട്ട് ആകുമ്പോൾ 160 ബോളിൽ 152 റൺസ് എടുത്തിരുന്നു. സ്മിത്ത് 190 പന്തിൽ നിന്നാണ് 101 റൺസ് നേടി പുറത്തായത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകൾ വീഴ്ത്തി. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. സന്തോഷ് ട്രോഫി ക്വാർട്ടർ ഫൈനലിലേക്കുള്ള യാത്രാ വിജയത്തോടെ തുടങ്ങി കേരളം. ഗോവയ്ക്കെതിരെ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് കേരളത്തിന്റെ വിജയം. മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അജ്സൽ, നസീബ് റഹ്മാൻ, ക്രിസ്റ്റി ഡേവിസ് എന്നിവരാണ് കേരളത്തിനായി ഗോൾ നേടിയത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ദീപാരാധന നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം. മുത്തൂറ്റ് ഫൈനാൻസ്, ഇന്ത്യയിലെ നമ്പർ 1 ഏറ്റവും വിശ്വസ്തമായ ഫൈനാൻഷ്യൽ സർവീസസ് ബ്രാൻഡ്. അപ്പോൾ ഗോൾഡ് ലോൺ